എല്ലാവർക്കും നമസ്കാരം. സോ അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് ഗ്രൂപ്പ് AGMAT 101 CSIT ബ്രാഞ്ചിലെ കുട്ടികൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ 6ാമത്തെ പാർട്ടിലേക്കാണ് നമ്മളിനി പ്രവേശിക്കാൻ പോകുന്നത്. സോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇനി മുന്നോട്ടുള്ള വഴികളിലെല്ലാം തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഉപയോഗം, അതിൻ്റെ സാധ്യത വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇനി വരാൻ പോകുന്ന സെമസ്റ്ററുകളിൽ പോലും പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ലോജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പാർഷ്യാലിറ്റി കാണിക്കുക. അതായത് എക്സും വൈയും ഇസഡും ഒക്കെ ഫംഗ്ഷൻസ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വരുമ്പോൾ ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമായിട്ട് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പം ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണെങ്കിൽ എക്സ് മാത്രമാണ് ഫംഗ്ഷൻ. അവിടെ ഇസഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ വൈ പൂർണ്ണമായും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സങ്കല്പിച്ചുകൊണ്ടാണ് ആ ഒരു ഫർദർ ഡിഫറൻഷിയേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും ചെയിൻ റൂളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിച്ചതുമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അടിത്തറയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നോക്കാം അതിലെ ആദ്യത്തെ ചോദ്യം, ഈ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം. ഫൈൻഡ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് ദ പോയിന്റ് 4-5 ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3xy പ്ലസ് y മൈനസ് 1 എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു നൊട്ടേഷൻ നമുക്കറിയാം. എഫ് എക്സ് എന്ന് നൊട്ടേറ്റ് ചെയ്യാം. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എഫ് വൈ എന്ന് നൊട്ടേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ എന്നാണ് കേട്ടോ. അപ്പം എക്സാമിന് സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡോ എഫ് ബൈ ഡോ എക്സ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ സിമിലർലി എന്തായിരിക്കും? സ്ലോപ്പ് ഇൻ വൈ ഡയറക്ഷൻ ആയിരിക്കും അല്ലേ? സ്ലോപ്പ് ഇൻ വൈ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² പ്ലസ് 3 കോൺസ്റ്റൻറ്റ് വൈ കോൺസ്റ്റൻറ്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും. വൈയുടേത് 0, 1ൻ്റെയും 0. ബാക്കി ഇനി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ആ പോയിന്റും കൂടെ കൊടുക്കുക. ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് എക്സ് കോർഡിനേറ്റ് എന്താണ്? 4, വൈ കോർഡിനേറ്റ് എന്താണ്? -5 അല്ലെ? എക്സിന് പകരം 4, വൈക്ക് പകരം -5. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? 3 × x² എന്ന് പറഞ്ഞാൽ 4² പ്ലസ് 3 × വൈ കോർഡിനേറ്റ് -5, 3 × 4ൻ്റെ സ്ക്വയർ 16 മൈനസ് 3 5 15, 3 6 18 8 ശിഷ്ടം 1 3 1 4 മൈനസ് 15, 48 നിന്ന് 15 കുറച്ചാൽ 33 ആണ് ആൻസർ വരെ. 33 വരും എന്ത്? ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് ദ ഗിവൺ പോയിന്റ്. ഇനി സിമിലർലി എന്ത് കണ്ടുപിടിക്കുക? ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ കണ്ടുപിടിക്കുക. അപ്പോൾ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ക്യൂബ് മൊത്തത്തിൽ കോൺസ്റ്റന്റ് ആണ് അല്ലേ? അവിടെ 3x ആണ് ഫംഗ്ഷനായിട്ട് വരിക. ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 വരും പ്ലസ് ഇവിടെ വൈയുടെ ഡെറിവേറ്റീവ് 1 വരും മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഇനി എന്ത് ചെയ്യുക? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയേക്കുന്നത് എന്താണ്? 3x + 1 ആണ് ആൻസർ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ആയിട്ടുള്ള 4 മാത്രം കൊടുത്താൽ മതി അല്ലേ? ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്താണ് വരിക? 3 × 4 + 1. സോ 12 + 1 ആൻസർ എത്രയാണ്? 13 ആണ് നമുക്ക് ആൻസർ വരിക. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു വൈ സൈൻ എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? വൈ സൈൻ എക്സ് വൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡോ എഫ് ബൈ ഡോ എക്സ്, എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം. നോക്കാം, എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. ബാക്കി വരുന്ന ഫംഗ്ഷൻ സൈൻ ഓഫ് എക്സ് വൈ ആണ്. സൈൻ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് അല്ലെ? ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷന്റെ ഇൻസൈഡ് മറ്റൊരു ഫംഗ്ഷൻ, സൈനസോയിഡൽ ഫംഗ്ഷന്റെ ഇൻസൈഡ് 2 വേരിയബിൾ അടങ്ങുന്ന ഒരു ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് എക്സ് വൈ എന്നുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ എന്താണ്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയിൻ റൂൾ ഉപയോഗിക്കണം അല്ലേ?
പുറത്തുള്ള ഫംഗ്ഷൻ സൈൻ, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് വൈ ഇൻറ്റു, ഇനി ഇൻസൈഡ് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻസൈഡ് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കേട്ടോ. സോ അപ്പോൾ അവിടെ വൈ കോൺസ്റ്റന്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1. ഓക്കെ ആണേ. സോ കോസ് ഓഫ് എക്സ് വൈ ഉണ്ട്, പിന്നെ ഒരു വൈയും വരുന്നുണ്ട്. വൈ ഇൻറ്റു വൈ എന്നുള്ളത് വൈ സ്ക്വയർ ആക്കാം. ബാക്കി എന്താണ് കോസ് ഓഫ് എക്സ് വൈ. അപ്പോൾ അതായി. ഇനി അടുത്ത് എന്താണ് ഡോ എഫ് ബൈ ഡോ വൈ. ഓക്കെ, ഇപ്പോൾ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പുറത്ത് വൈ ഉണ്ട്, അകത്തും വൈ ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ വൈ ഉള്ള രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ മസ്റ്റായിട്ട് എന്ത് ഉപയോഗിക്കണം? നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം അല്ലേ? സോ ഫസ്റ്റ് ഇൻറ്റു വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് സൈൻ ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് വൈ കഴിയുന്നില്ല, അതിൻ്റെ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എക്സ് വൈ, അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ അവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്, വൈയുടെ ഡെറിവേറ്റീവ് 1 ആയി പോകും. പ്ലസ് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് എന്ന് പറയുന്ന ആരാണ്? സെക്കൻഡ് എന്ന് പറയുന്നത് സൈൻ ഓഫ് എക്സ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൈ ആണ്, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താണ് 1. ഓക്കെ, സോ കോസ് എക്സ് വൈ മാറ്റി നിർത്തിയ പിന്നെ ഒരു എക്സും വൈയും ഉണ്ട്, അതായത് എക്സ് വൈ ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് വൈ ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ ആണേ, എക്സ് വൈ ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് വൈ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2y ബൈ വൈ പ്ലസ് കോസ് എക്സ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ്ലി പല പ്രാവശ്യം 2019 സ്കീമാർക്കൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം? ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ അത് നോക്കുകയാണെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ന്യൂമറേറ്റർ നോക്കുക. ന്യൂമറേറ്റർ 2y എന്നുള്ളത് കംപ്ലീറ്റ്ലി ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? പിന്നെ ഒരു 1 ബൈ എക്സ് കാണുന്ന പോലെ നമ്മൾ വിചാരിച്ചാൽ മതി. 1 ബൈ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്? -1 ബൈ എക്സ് സ്ക്വയർ ആണ് അല്ലേ? അപ്പം 1 ബൈ എക്സ് പോലെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് -1 ബൈ വൈ പ്ലസ് കോസ് എക്സിൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ആ എക്സ് ആയിട്ട് സങ്കല്പിച്ച ആളുടെ ഡെറിവേറ്റീവ് കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഡെറിവേറ്റീവ് എന്നത് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സും ആയിരിക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എക്സ് ആയിട്ട് സങ്കല്പിച്ചത് വൈ പ്ലസ് കോസ് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിൽ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്, കാരണം അത് എക്സ് ഇല്ലല്ലോ അവിടെ. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. സോ അപ്പോൾ ആൻസർ എന്താണ് വരിക? ഒരു മൈനസ് ഉണ്ട്, 2y ഉണ്ട്, 0 മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈനസ് സൈൻ എക്സ് വരും, ഡിവൈഡഡ് ബൈ വൈ പ്ലസ് കോസ് എക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം കേട്ടോ? കോഷ്യൻ റൂൾ ഉപയോഗിക്കാം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് പറയുന്ന കോഷ്യൻ റൂൾ വെച്ചിട്ട് ചെയ്താലും നിങ്ങൾക്ക് ഇതേ ഉത്തരം തന്നെയാണ് വരിക കേട്ടോ. ആൻസർ 2 മൈനസ് ചേർത്ത് പ്ലസ് ആക്കാം. 2y സൈൻ എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ അല്ലേ? 2y സൈൻ എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ അതായി. ഇനി അടുത്ത എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഡോ എഫ് ബൈ ഡോ വൈ ആണ് നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഡോ എഫ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു. സോ അപ്പോൾ നമ്മൾ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററിലും വൈ ഉണ്ട്, ഡിനോമിനേറ്ററിലും വൈ ഉണ്ട്, ശരിയാണല്ലോ? അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ഉപയോഗിച്ചേ പറ്റുള്ളൂ? കോഷ്യൻ റൂൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ആ ഫംഗ്ഷൻ ഞാൻ സൈഡിൽ എഴുതിയിട്ടേക്കാം. 2y ബൈ വൈ പ്ലസ് കോസ് എക്സ്, 2y ബൈ വൈ പ്ലസ് കോസ് എക്സ്. ഓക്കെ, ഇവിടെ ഞാൻ 2 ഇങ്ങോട്ട് മാറ്റി നിർത്തുകയാണേ. 2 ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഞാൻ കോഷ്യൻ റൂൾ ഉപയോഗിക്കുകയാണ്. ഡിനോമിനേറ്റർ ഇൻറ്റു വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിൽ ഇപ്പം 2 മാറ്റി നിർത്തിയാൽ വൈയേ ഉള്ളൂ, വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു വൈ. വൈയുടെ ഡെറിവേറ്റീവ് 1 ആവും, കോസ് എക്സിൽ വൈ ഇല്ല, ഡെറിവേറ്റീവ് 0. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. എന്താ വരിക? വൈ പ്ലസ് കോസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ എന്താണ് വരിക? 2 ഇൻറ്റു വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ഇൻറ്റു 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ,
അപ്പോൾ ഇവിടെ പ്ലസ് വൈ മൈനസ് വൈ ക്യാൻസലായി. ഇനി മുകളിലൊരു 2 ഉണ്ട്, കോസ് എക്സ് ഉണ്ട്, ഡിവൈഡഡ് ബൈ വൈ പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ ആണേ. സോ 2 കോസ് എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് വൈ, ഡോ എഫ് ബൈ ഡോ വൈയുമായി. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഓഫ് വൈ ഇസഡ് മൈനസ് ലോഗ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇസഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അവർ തന്നിട്ടില്ല. സോ അത് ക്വസ്റ്റ്യൻ ഏത് ഫോമാണെന്ന് മനസ്സിലായി, ഇംപ്ലിസിറ്റ് ആണെന്ന് മനസ്സിലായി, ശരിയല്ലേ? സോ ഇംപ്ലിസിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിഫറൻഷിയേറ്റ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്താൽ മതി. ഇനി ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇസഡ് ആണെന്ന് അവർ പറയാണ്ട് തന്നെ നമുക്കറിയാം, കാരണം ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്തായാലും ഇസഡ് ആയിരിക്കും അല്ലേ. ഇസഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഇസഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്, ദാറ്റ് ഈസ് ഓൾവേസ് ഫംഗ്ഷൻ. ഇനി നമ്മൾ ഹിയർ ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എക്സിനെയാണ്, വൈനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചോണ്ട്, ശരിയല്ലേ? സോ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡിഫറൻഷിയേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ, പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ നോക്കാം, എക്സ് കൊണ്ടാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്, വൈ കോൺസ്റ്റന്റ് ആണ്, മാറ്റി നിർത്തി. ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് മൈനസ്, ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്, പുറമേ ഉള്ളത് ലോഗ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 1 ബൈ ഇസഡ് അല്ലേ, ഇൻറ്റു അകത്തുള്ളത് ഇസഡ് ആണ്, ആ ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു, ഇവിടെ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 0, കാരണം അത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ആണേ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരിക, വൈ മൈനസ് 1 ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്നാണ് വരുന്നത്. വേണമെങ്കിൽ ക്രോസ് ചെയ്ത് സിമ്പിൾ ആക്കാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എന്താണ് വരിക, ക്രോസ് ചെയ്താൽ വൈ ഇസഡ് മൈനസ് 1 ബൈ ഇസഡ് എന്ന് വരും, ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, ഇനി ഇത് ഇസഡ് ഇങ്ങോട്ടേക്കും വരും, വൈ ഇസഡ് മൈനസ് 1 താഴേക്കും വരും. അവിടുന്ന് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എടുത്താൽ എന്താണ് വരിക, ക്രോസ് ചെയ്താൽ ഇസഡ് ഡിവൈഡഡ് ബൈ വൈ ഇസഡ് മൈനസ് 1 ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? ഇസഡ് ഡിവൈഡഡ് ബൈ വൈ ഇസഡ് മൈനസ് 1 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊക്കെ 3 മാർക്ക് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. കറക്റ്റായിട്ട് എന്ത് ചെയ്തോണം, ചെയ്ത് പഠിച്ചോണം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 3 വേരിയബിൾസ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഓക്കെ, ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾസും നോക്കാം. ഡോ എഫ് ബൈ ഡോ എക്സ് വേണം, ഡോ എഫ് ബൈ ഡോ വൈ വേണം, ഡോ എഫ് ബൈ ഡോ ഇസഡ് വേണം. ഓക്കെ, എഫ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് ഓഫ് 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എക്സ് വൈ ആൻഡ് ഇസഡ്. അപ്പോൾ ഇവിടെ ഇസഡ് ഇൻഡിപെൻഡന്റ് ആണ്, ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആരാണ്, എഫ് ആണ്. ഓക്കെ, സോ എഫിൽ നിന്ന് എക്സിലേക്ക് പാർഷ്യലി വരുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ ഇസഡ്, ഇത് 3 കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യാം നോക്കാം. ഡോ എഫ് ബൈ ഡോ എക്സ്, അപ്പോൾ എക്സ് മാത്രം ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുക, എക്സ് മാത്രം അല്ലെ, പുറമെ എന്തായാലും ലോഗരിതം ഉണ്ട്, കോമ്പോസിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് പ്ലസ് 2y പ്ലസ് 3z എന്തായാലും ഉണ്ടാവും. ഇനി അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി, അപ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1, 2y കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0, 3z കോൺസ്റ്റന്റ് ആണ്, എക്സ് വെച്ച് നോക്കുമ്പോൾ ഡെറിവേറ്റീവ് 0. സോ ഫൈനൽ ആൻസർ എന്തായിരിക്കും, 1 ബൈ എക്സ് പ്ലസ് 2y പ്ലസ് 3z. അപ്പോൾ അതായി. ഇനി ഡോ എഫ് ബൈ ഡോ വൈ, വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, അപ്പോൾ പുറമെ ലോഗരിതമാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് പ്ലസ് 2y പ്ലസ് 3z ഉണ്ടാവും. അകത്ത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 0, 2yയുടെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് 3zൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 0. അപ്പോൾ ആൻസർ 2 ഇൻറ്റു 1, 2 ബൈ എക്സ് പ്ലസ് 2y പ്ലസ് 3z ഉണ്ടാവും. ഓക്കെ ആണേ. ഇനി ലാസ്റ്റ് വൺ ഡോ എഫ് ബൈ ഡോ ഇസഡ്. അപ്പോൾ ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും, ഈസി ടു സ്കോർ ആണ്. ഇനി ഡോ എഫ് ബൈ ഡോ ഇസഡിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും വരിക, ലോഗരിതത്തിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് പ്ലസ് 2y പ്ലസ് 3z ഇൻറ്റു അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ്, അപ്പോൾ അവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 0, 2yയുടെ ഡെറിവേറ്റീവ് 0, 3 ഇൻറ്റു ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1.
ഇപ്പം ആൻസർ എന്താണ് വരിക? 3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y പ്ലസ് 3z എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. യെസ്, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ചെയ്ത് പഠിച്ചോണേ. ഫൈൻ ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ ആൻഡ് ഡോ എഫ് ബൈ ഡോ സെഡ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു വൈ ഇസഡ് എൽ എൻ എക്സ് വൈ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 1 by 1 ആയിട്ട് നോക്കാം. ആദ്യമേ ഡോ എഫ് ബൈ ഡോ എക്സ്, എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്, ഇസഡ് കോൺസ്റ്റന്റ് ആണ്. ലോഗരിതത്തിനുള്ളിൽ എക്സ് വരുന്നുണ്ട്, അപ്പോൾ അത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഔട്ട്സൈഡ് ഫംഗ്ഷൻ ലോഗരിതം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 by എക്സ് വൈ. ഇൻസൈഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എക്സ് വൈ ആണ് ഇൻസൈഡ് ഉള്ളത്, അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ അവിടെ വൈ കോൺസ്റ്റന്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും. ഓക്കെ, ഇപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്തെങ്കിലും വെട്ടാനുണ്ടോ നോക്കാം നമുക്ക്. വൈയും ക്യാൻസൽ ചെയ്യാം അല്ലേ, വേറെ ഒന്നുമില്ല. വൈ ഇസഡ് ബൈ എക്സ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എന്താണ്? ഡോ എഫ് ബൈ ഡോ വൈ. വൈ കൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്. വൈ കൊണ്ട് എടുക്കുമ്പോൾ ഇസഡ് അവിടെ കോൺസ്റ്റന്റ് ആണ്, വൈയും ഫംഗ്ഷനാണ്, എൽ എൻ എക്സ് വൈയും ഫംഗ്ഷനാണ് അല്ലേ. ഇപ്പോൾ 2 ഫംഗ്ഷൻസ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻറ്റു, അതായത് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എൽ എൻ എക്സ് വൈ ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1 by എക്സ് വൈ. ഇനി അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എക്സ് വൈ, അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ അവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്, വൈയുടെ ഡെറിവേറ്റീവ് 1 ആവും. പ്ലസ് സെക്കൻഡ് ആരാ? എൽ എൻ എക്സ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൈ ആണ്, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താണ്? 1. ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ആൻസർ വരിക. സോ ഇസഡ് ഇൻറ്റു എന്തായാലും ക്യാൻസൽ ആവാനുണ്ടോ? യെസ്, വൈ ക്യാൻസൽ, എക്സ് ക്യാൻസൽ. അപ്പോൾ അൾട്ടിമേറ്റ്ലി അത് 1 ആയി. പിന്നെ എൽ എൻ എക്സ് വൈ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ അത് എൽ എൻ എക്സ് വൈ തന്നെയാണ്. ഓക്കെ, സോ ഇസഡ് ഇൻറ്റു 1 പ്ലസ് എൽ എൻ എക്സ് വൈ ആണ് ആൻസർ വരിക. ഇസഡ് ഉള്ളിലേക്ക് കൊടുക്കാൻ വേണമെങ്കിൽ ഇസഡ് പ്ലസ് ഇസഡ് എൽ എൻ എക്സ് വൈ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എന്താണ്? ഡോ എഫ് ബൈ ഡോ ഇസഡും കൂടിയാണ് കണ്ടുപിടിക്കാനുള്ളത്. നോക്കാം. എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ വൈ ഇസഡ് എൽ എൻ എക്സ് വൈ ആണ് അല്ലേ. ഡോ എഫ് ബൈ ഡോ ഇസഡിലേക്ക് വരുമ്പോൾ ഇസഡ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്, എൽ എൻ എക്സ് വൈക്കകത്തും ഇസഡ് ഇല്ല അല്ലേ. അപ്പോൾ ആ എൽ എൻ എക്സ് വൈയും കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു ആ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് 1 ആവും. സോ ദ ആൻസർ ഈസ് വൈ എൽ എൻ എക്സ് വൈ. ഫൈനൽ ആൻസർ എന്താണ്? വൈ എൽ എൻ എക്സ് വൈ ആണ് ഫൈനൽ ആൻസർ വരും. സോ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത് കിട്ടുന്ന ഉത്തരത്തിനെ ഒന്നും കൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ എന്തായി? അത് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയി. അതിനെക്കുറിച്ചിട്ടാണ് നമുക്കിനി അടുത്തായിട്ട് പഠിക്കാനുള്ളത്. അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.